എർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ്സിലെ അപരാധ് എന്ന പാഠഭാഗം നോക്കാം. ആദ്യം ഡയറിയാണ് എഴുതിയിരിക്കുന്നത്. ഉദയപ്രകാശാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ കഹാനിയാണ് പാഠഭാഗം. കേട്ടോ, നോക്കിയേ. ചോട്ടെ ഭായി അപ്പനെ അപരാധ് കെ ബാരെ മേ ഡയറി ലിഖേ. ചെറിയ ചെറുക്കനതായ സഹോദരൻ തൻ്റെ അപരാധ് തെറ്റിനെ പറ്റി ഡയറി തയ്യാറാക്കുന്നു. ആ ഡയറി ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കൊള്ളാവുന്നേ. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡയറി എന്ന് എഴുതുക, അതിനുശേഷം ഡേറ്റും ഡേയും ആഡ് ചെയ്യണം. പോയിന്റ് നോക്കിയേ. മേരെ ജീവൻ മേ കഫി നഖി ഫൂൽനെ കി ഘടന ഹുയി. എൻ്റെ ജീവിതത്തിൽ കഫി എന്ന് വെച്ചാൽ ഒരിക്കലും, ഫൂൽന മറക്കുക, ഘടന സംഭവം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം ഉണ്ടായി. മേര ബഡാ ഭായി ബച്പൻ മേ അബാഹിജ് ഥാ. എൻ്റെ ജ്യേഷ്ഠൻ കുട്ടിക്കാലത്തെ അബാഹിജ് എന്ന് വെച്ചാൽ വൈകല്യമുള്ള ആൾ ആയിരുന്നു. ഉസ്കാ ഏക പയർ പോളിയമേ മൈസാധ. അവൻ്റെ ഒരു കാൽ പോളിയോ വന്നായിരുന്നു അങ്ങനെയായത്. അച്ഛാ തൈറാക്കെ നല്ല നീന്തൽക്കാരനായിരുന്നു. ദേഖനമേ സുന്ദർ, കാണാൻ സുന്ദരനായിരുന്നു. ഹാത്തമേ പഞ്ചോങ്കി ലഡായിമേ കോയി നഹി ഹാർത്ത. കൈകൊണ്ട് പഞ്ച പിടിക്കുന്നതിൽ ആ മത്സരത്തിൽ ആർക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഹാർന്ന് വെച്ചാൽ പരാജയം. മേരെ ഊപ്പറെ സംരക്ഷകെ ആർ ജിമ്മേദാരി ഥേ. എൻ്റെ മുകളിൽ സംരക്ഷകനും ഒരു ഉത്തരവാദിത്തമുള്ള ആളും ആയിരുന്നു. ഏക് ദിൻ ഖഡ്ബൽ കെ ഖേൽ മേ സബ് അകേലി ക്ഷമത ദിഖാത്ത. ഏക് ദിൻ എന്ന് വെച്ചാൽ ഒരു ദിവസം, ഖഡ്ബൽ കുട്ടിങ്കോലും കളിയാണ്. അതിലെല്ലാവരും അകേല തനിച്ച് ക്ഷമത കാണിക്കണമായിരുന്നു, കഴിവ്. ഭായി ഖേൽ മേ ഡൂബ് ഗേദേ. ജ്യേഷ്ഠൻ ഖേൽ കളിയിലെ മുഴുകിയിരുന്നു. ഭായി ഖേൽ മേ ജീത്തനെ കെ ബാദ് മുച്ചേ ദേഖാ നഹി. സഹോദരൻ അതായത് ജ്യേഷ്ഠൻ കളിയിൽ വിജയം വിജയിച്ചതിന് ശേഷവും മുച്ചേ ദേഖാ നഹീം, എന്നെ നോക്കിയില്ല. മേം ഗുസ്സെ സെ ഖഡ്ബൽ ചട്ടാനോ സെ ടക്കരാക്കർ. ഞാൻ കോപത്തോടെ അല്ല ദേഷ്യത്തോടെ ഖഡ്ബൽ എന്ത് ചെയ്തു, അസ്തിക്ക് ആ ചട്ടാൻ പാറയിലേക്ക് ടക്രാൻ അടിച്ചു. അത് ജൽക്കറെ സീതേ മാതേപ്പറെ ആക്കർ ലഗ. നേരെ വന്ന സീത നേരെ മാതാ നെറ്റിയിലേക്ക് വന്ന് കൊണ്ടു. മാതാ ഫട്ട് ഗയ, നെറ്റി പൊട്ടി. ഖൂൻ ബഹിന ലഗ. ഖൂൻ എന്ന് വെച്ചാൽ രക്തം, ബഹിന ഒഴുകുക. നെറ്റി പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. മേ രോനേസെ പിതാക്കെ പാസ് പഹുഞ്ച എത്തി. ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് എത്തി. എന്നൊക്കെ എടുത്തേ. ഭായി ഖഡ്ബൽ സെ പീഡ. എന്നിട്ട് എന്താ പറഞ്ഞേ? ഭായി ഖഡ്ബൽ കൊണ്ട് പീഡ അടിച്ചു എന്ന്. പിതാനെ ഭായി കോ സസാ ദിയ. സസ എന്ന് എഴുതണം കേട്ടോ. പിതാവെ ഭായിക്ക് ജ്യേഷ്ഠനെ സസ എന്ന് വെച്ചാൽ ശിക്ഷ കൊടുത്തു. ഭായിക്ക് യാതനാപൂർണ്ണ ആങ്കയും കഫി നഹീം ഫൂല. അവൾ ആ ജ്യേഷ്ഠൻ്റെ യാതനാപൂർണമായ കണ്ണുകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. കാരണം ജ്യേഷ്ഠൻ ഒരു തെറ്റും ചെയ്തില്ല അല്ലേ. അതുകൊണ്ട് ആ നോട്ടം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം മേ ഭായി കോ ക്ഷമ മാങ്ക. ഞാൻ എൻ്റെ ഭായിയോട് ക്ഷമ യാചിച്ചു, അല്ലെ മാങ്ക ചോദിച്ചു. വേ സഫൂൽ ഗേ. പക്ഷേ അദ്ദേഹം എല്ലാം മറന്നുപോയി. മുച്ച ഇസെ അപരാധ്. മുച്ചെന്ന് വെച്ചാൽ എനിക്ക്, ഇസ് അപരാധ് എന്ന് വെച്ചാൽ തെറ്റ്. ഈ തെറ്റിൽ നിന്നും കഫി ഒരിക്കലും എന്ത് ചെയ്യാൻ മുക്തി നഹീം പാ സക്താ ഹേ. ഒരിക്കലും ഈ തെറ്റിൽ നിന്നും എനിക്ക് മുക്തി നേടാൻ കഴിയില്ല എന്ന് ലേഖകൻ എഴുതി. നോക്കിയത് ശരിക്കും പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത നോക്കിയേ. छोटा भाई अपना अपराध को क्षमा मांगते. बड़े भाई को पत्र लिखा, वह पत्र लिखे. छोटा भाई ചെയ്ത തെറ്റിനെ ക്ഷമ യാചിച്ചുകൊണ്ട് ബഡേ ഭായിക്ക് കത്തെഴുതുന്നു. ആ ലെറ്റർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഴുതുമ്പോൾ ആദ്യം പത്രം എഴുതുക, റൈറ്റിലേക്ക് മാറ്റി സ്ഥാനം താരിക്കും, ലെഫ്റ്റ് മാറ്റി പ്രിയ ഭായി എന്ന് കൊടുക്കണം. അതിൻ്റെ താഴേക്ക് ആപ് കൈസേ ഹേ, താങ്കൾക്ക് എങ്ങനെയുണ്ട്. മുച്ചേ കുശലനത, എനിക്ക് കുശല സന്തോഷമൊന്നും ഇല്ല. മേ എന്ന് വെച്ചാൽ ഞാൻ. ആപ്സെ ഏക് ബാത്ത് ജിക്ർ കർണ ചാഹത്താ ഹും, ഞാൻ താങ്കളോടെ ഒരു ബാത്ത് എന്ന് വെച്ചാൽ കാര്യം, ജിക്റെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെഴുതുക ഒരു കാര്യം. എന്നിട്ട് ഡോട്ട് കൊടുത്തേക്ക് നാട്ടിലെയോ, ആ ഡോട്ടിൻ്റെ അവിടെ ഡയറിയിൽ നിന്നും കുറച്ചാക്കാതെ ഇങ്ങോട്ട് എഴുതി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവസാനം സാദർ പ്രണാം കൊടുത്തിട്ട് റൈറ്റി മാറ്റി ആപ്കാ ഭായി കോമ, അതിൻ്റെ താഴെ ബ്രാക്കറ്റിലെ ഹസ്താക്ഷർ, അതിൻ്റെ താഴെ നാം എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ലെഫ്റ്റിലേക്ക് മാറ്റി സേവാമേം, താഴെ നാമെ കോമ പദ എന്നെഴുതി ചെറിയ കോളത്തിൽ ആക്കുക. 2 ആണത്, അങ്ങനെ എഴുതുക. അതിനുശേഷം ഫുൾ കോളം വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അങ്ങനെ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഡയറിയിൽ നിന്നും കുറച്ച് ഭാഗം ആ ഡാഷിൻ്റെ ഇവിടെ കൊടുക്കുക. ആ ഡോട്ട് വന്നിരിക്കുന്ന ആ ഭാഗത്ത് എഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത നോക്കിയേ. ബഡേ ഭായിക്ക് ചരിത്രഗത വിശേഷത. ബഡേ ഭായിയുടെ ചരിത്രഗത വിശേഷത ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാൻ. ഓക്കെ, വായിക്കാം. उदय प्रकाश की अपराध कहानी का मुख्य पात्र है
ഉദയപ്രകാശിൻ്റെ കഹാനിയായ അപരാധിലെ മുഖ്യ കഥാപാത്രമാണ് ബഡേ ഭായ്. ഏക് പയർ ബച്ചപ്പൻ മേ പോളിയോ സെ അപാഹിജ് ഥേ. ഒരു കാലെ പോളിയോ വന്ന കുട്ടിക്കാലത്തെ അപാഹിജ് വൈകല്യമുള്ളതായി മാറി. ദേക്കിനെ സുന്ദർ, കാണാൻ സുന്ദരനായിരുന്നു. അച്ഛാ തൈറാക്കെ, നല്ല നീന്തൽക്കാരനായിരുന്നു. ഹാത്തയ്ക്ക് പഞ്ചോങ്കി ലഡായിമേ ബഹുക്ഷമത ദിഖാത്തിതി. കൈകൊണ്ടുള്ള പഞ്ച് എന്ന ആ മത്സരത്തിൽ അവൻ്റെ ക്ഷമത കഴിവ് കാണിക്കുകയും ചെയ്തിരുന്നു. ചോട്ടാഭായിക്ക് പ്രതി സംരക്ഷകെ ജിമ്മേന്ദാരി സേ കുശിത. ഇളയ സഹോദരൻ്റെ നേർക്ക് സംരക്ഷകനും ഉത്തരവാദിത്തമുള്ളവനും ആയിരുന്നു. അതിൽ ആ കുട്ടി സന്തോഷിച്ചു. മുൻകെ ചരിത്രപർ ബഡേ ഭായിചര ദിഖായി ഹേ. അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര സ്വഭാവത്തിലെ ഭായിചര സാഹോദര്യ സ്നേഹം കാണപ്പെടുകയും ചെയ്തു. ദയ ഉദാരത സഹായകെ സ്വഭാവ ദിഖാനെ. ദയുള്ളവനും ഉദാര സ്വഭാവമുള്ളവനും സഹായക സ്വഭാവമുള്ളവനും ദിഖാന അത് കാട്ടി തന്നിരുന്നു. അങ്ങനെയുള്ളവനായിരുന്നു. വേ ക്ഷമാശീൽ അവർ ഈമാൻദാരി ഥേ. അദ്ദേഹം ക്ഷമയുള്ളവനും ഈമാൻദാരി വിശ്വസ്തനും ആയിരുന്നു. ത്യാഗെ ക്ഷമ സച്ച് ബോൽന മൗന സഹന ആദി വിശിഷ്ട ഗുണതേ. ത്യാഗം, പിന്നെന്താ ദയ, പിന്നെന്തായിരുന്നു ക്ഷമ അല്ലേ, സച്ച് ബോൽന, പിന്നെ മൗനമായി എല്ലാം സഹിക്കുക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ ഗുണഗണങ്ങൾ ആയിരുന്നു. ഉസ്കെ ചരിത്ര പർ ദൂസറോं പ്രതി സഹാനുഭൂതി വാല और പ്യാർ കർനെ വാല ഫീദേ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മറ്റുള്ള ആൾക്കാരുടെ നേർക്ക് സഹാനുഭൂതി, അനുകമ്പയുള്ളവനും സ്നേഹമുള്ളവനും ആയിരുന്നു. അതാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് സൈഡ് ക്വസ്റ്റ്യൻ ഒരെണ്ണം തന്നു നോക്കിയേ. അക്സർ എന്ന് വെച്ചാൽ മിക്കവാറും ഭായി മേരി വജക സേ ഹി ഹാർത്തേ. എൻ്റെ ജ്യേഷ്ഠൻ മിക്കവാറും ഞാൻ കാരണം എന്ത് ചെയ്തു, ഹാർന പരാജയപ്പെട്ടു. ഫിർ ഭി എന്നിട്ടും വേ മുച്ചേ സേ കഫി കുച്ച് നഹി കഹത്തെ ദേ ക്യോം. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും എന്നെ ഒന്നും പറഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല. ക്യോം എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ. ഭായിക്കെ പ്രതി ലേഖകോ ഭായിക്കെ പ്രതി എന്ന് വെച്ചാൽ സഹോദരൻ്റെ നേർക്കെ ബെഡേക്കോ. ബെഡേക്കോ എന്ന് വെച്ചാൽ ബെഡേ ഭായിയാണ് കേട്ടോ. അയാൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇളയ കൊച്ചിൻ്റെ നേർക്ക് ബെഡയ്ക്ക് മുതിർന്ന ആ ജ്യേഷ്ഠനെ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നു. ചോട്ടെ ഭായിക്ക് പ്രതി പ്യാർഥ. അത് മാത്രമല്ല ചെറിയ ഭായിയെ സ്നേഹിക്കുകയും ചെയ്തു. ഉസ്കെ അവൻ്റെ സംരക്ഷകനും ജിമേന്ദാരിയും ജയ്സദ. സംരക്ഷകനും ജിമേന്ദാരി ഉത്തരവാദിത്തമുള്ളവനും ആയിരുന്നു. ഭായിയെ ജിമേന്ദാരി സദാ നിഭാനെ ചാകത്തെ. ഭായി ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, ആ ഉത്തരവാദിത്തം എല്ലായ്പ്പോഴും നിറവേറുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നിഭാന നിറവേറുക എന്ന വാക്കാണ്. ഇത്രയും പഠിച്ചാൽ മതി പാഠത്തിൽ നിന്നും. അതിനകത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കിട്ടും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ശരി.